നമുക്ക് എല്ലാവർക്കും അറിയാം ISRO എന്ന് പറയാ റോക്കറ്റ് വിടുന്ന ഒരു സ്ഥലം. അത് മാത്രമാണ് നമുക്കറിയുന്നത്. അപ്പോൾ ISROയെ കുറിച്ച് എന്താണ് ശരിക്കും എന്നുള്ളത് സാർ ഒന്ന് പറയൂ. ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നമുക്കൊക്കെ അറിയുന്ന ഒരു ഫുൾ ഫോം ആണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാഷണൽ സ്പേസ് ഏജൻസിയാണ്. നമുക്കറിയാം അമേരിക്കയുടെ നാസ അല്ലെങ്കിൽ റഷ്യയുടെ റോസ്കോസ്മോസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ സ്പേസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്ന ഏജൻസിയാണ്. അപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ ISRO ഇപ്പം സ്പേസ് എക്സ്പ്ലോറേഷൻ നമുക്കറിയാം, റോക്കറ്റ് വിട്ട് അല്ലെങ്കിൽ സാറ്റലൈറ്റ്, അതേപോലെ തന്നെ സാറ്റലൈറ്റ് ഡെവലപ്മെൻറ്റ്, പിന്നെ സ്പേസ് ടെക്നോളജി, ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സൊസൈറ്റിയെയും കൂടുതൽ ലൈഫ് ഈസി ആക്കാം, അവർക്ക് ബെനിഫിറ്റ് ആവാം എന്നുള്ള നിലക്ക്. ഇപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ വെതർ ഫോർകാസ്റ്റിംഗ് ആവട്ടെ, നമ്മൾ നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവട്ടെ, പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കറിയാം നമ്മളെ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഇന്നുള്ള എല്ലാവിധ കമ്മ്യൂണിക്കേഷൻ നമുക്ക് സാധ്യമാവുന്നത് നമുക്ക് അത്രയും സാറ്റലൈറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. അപ്പോൾ എത്രത്തോളം നമ്മുടെ ലൈഫ് ഈസിയർ ആക്കാം എന്നുള്ള റിസർച്ചുമായി ബന്ധം, അതാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ ആൾ ഇന്ത്യ ആയിട്ടൊരു 20ഓളം സെൻറ്ററുകളായിട്ട് വിവിധ മിഷനുമായി ബന്ധപ്പെട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണൊരു വളരെ മൈന്യൂട്ടായി പറയുകയാണെങ്കിൽ.